നമസ്കാരം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ.പി. അബൂബക്കർ മുസലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിൽ വെച്ച് നടന്ന നിർണായകമായ ഈ കൂടിക്കാഴ്ചയിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം, വിദ്യാഭ്യാസ വികസനം, സാമൂഹിക മാനുഷിക വിഷയങ്ങൾ എന്നിവ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു. തന്റെ കേരള യാത്രയ്ക്കിടെ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ കാന്തപുരം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ.പി. അബൂബക്കർ മുസലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിർണായകമായ വിഷയങ്ങളാണ് ചർച്ചയായത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരുന്ന പദ്ധതികൾ പുനഃസ്ഥാപിക്കണം എന്നതായിരുന്നു ചർച്ചയിലെ പ്രധാനപ്പെട്ട ആവശ്യം. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമായിരുന്ന മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് നിർത്തലാക്കിയത് പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനോടൊപ്പം തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതീക്ഷയോടെ ആരംഭിച്ച അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ മലപ്പുറം സെന്ററിന്റെ വികസന മുരടിപ്പും ചർച്ചയായി. സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും കാന്തപുരം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ അടയാളങ്ങളായ പുരാതന മസ്ജിദുകളും ഇസ്ലാമിക പൈതൃക സ്മാരകങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടിക്കാഴ്ചയിൽ ഉയർന്നുവന്നു. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ വരും തലമുറയ്ക്കായി നിലനിർത്തുന്നതിൽ സർക്കാർ വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൂടാതെ വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പുതിയ നിയമപരിഷ്കരണങ്ങളിലെ ആശങ്കകളും വഖഫ് SIR സംബന്ധിച്ച വിഷയങ്ങളും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വിഭവങ്ങളുടെ വിതരണം നടത്തുമ്പോൾ അത് ജനസംഖ്യ ആനുപാതികമായും പ്രാദേശികമായ സന്തുലിതാവസ്ഥ പാലിച്ചുമായിരിക്കണമെന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. രാജ്യത്തിന്റെ പുരോഗതി എന്നത് കേവലം സാമ്പത്തിക വളർച്ചയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്നും മറിച്ച് അത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും മാനസിക സംതൃപ്തിയിലും പ്രതിഫലിക്കണമെന്നും കാന്തപുരം ഉസ്താദ് നിരീക്ഷിച്ചു. വികസന നയങ്ങൾ രൂപീകരിക്കുമ്പോൾ മനുഷ്യ വികസന സൂചികയ്ക്കും ജനങ്ങളുടെ സന്തോഷ സൂചികയ്ക്കും മുൻഗണന നൽകണം. വികസനത്തിന്റെ ഗുണഫലങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും തുല്യമായി എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇതിനായി കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രത്യേകിച്ച് റോഡ് വികസനത്തിലുണ്ടായ പുരോഗതിയെ കാന്തപുരം അഭിനന്ദിച്ചു. അതോടൊപ്പം വിമാനത്താവളങ്ങളുടെ വികസനത്തിലും നവീകരണത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി പ്രധാനമന്ത്രി നടത്തുന്ന നയതന്ത്ര ഇടപെടലുകളെ ഗ്രാൻഡ് മുഫ്തി പ്രശംസിച്ചു. രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ പ്രതിപാദിച്ചു. കേരളത്തിലെ റോഡ് വികസനം നന്നായി നടന്നു. വിമാനത്താവളങ്ങളിലും വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടിയെടുക്കാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി എന്നും കാന്തപുരം എ.പി. അബൂബക്കർ മുസലിയാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ ജനവിഭാഗങ്ങളുമായി കേന്ദ്ര സർക്കാർ കൂടുതൽ അടുത്തിടപഴകേണ്ടതിന്റെ ആവശ്യകത കാന്തപുരം ഊന്നിപ്പറഞ്ഞു. വിഷയങ്ങൾ അനുഭാവപൂർവ്വം കേട്ട പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന ആവശ്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്.